ഹായ് ഹലോ, നമുക്കിന്ന് ബാജി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, ഞാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിടുക, പൊട്ടിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉള്ളി നുറുക്കിയത് ഇതിടുക, എന്നിട്ട് അത് നല്ലോണം വാട്ടണം കേട്ടോ. അടച്ച് വെച്ചിട്ട് നല്ല വാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്കതിന് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കൂട്ടി വെച്ചിട്ട് കുറച്ച് തീ കൂട്ടി വെച്ചിട്ടാണ് വേവിച്ചത്. പിന്നെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, ഉള്ളി വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ വാട്ടണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ കുറവായിച്ച് ഞാൻ കുറച്ചുകൂടി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കാം കേട്ടോ. നല്ല രീതിയിൽ ആണ് ഇതായി വന്നാൽ രസം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗം ഉണ്ടാക്കിയത്. എന്നിട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കരിവേപ്പില എടുക്കാൻ വേണം. അതിൻ്റെ മക്കൾ സൗണ്ട് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചേട്ടോ. അങ്ങനെ കരിവേപ്പിലിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ വാടിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉരുളക്കിഴങ്ങിന് എപ്പോഴും പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇവിടെ അച്ഛന് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി ഒരു പച്ചമുളക് ഇട്ടുള്ളൂ. എരിവില്ലാത്ത സൈസ് ആയതുകൊണ്ട് നല്ല എരിവുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അച്ഛന് എരിവ് പറ്റില്ല. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി നല്ല മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച അത് ഉരുളക്കിഴങ്ങ് നമ്മൾ അതിലേക്ക് ഒഴിച്ചെടുക്കുക കേട്ടോ. ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയില്ല ഇതവണ ഉണ്ടാക്കി നോക്കണേ. ഞാനിങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുക എനിക്കറിയില്ല. അപ്പോൾ നന്നായിട്ട് ഒടിച്ച് കൊടുക്കുക. എനിക്ക് ഇഷ്ടമല്ല ഉരുളക്കിഴങ്ങ്, ഇങ്ങനെ ഉടഞ്ഞിരിക്കണം. അപ്പോൾ നല്ല ഉടച്ചിട്ട് നല്ല തിളച്ച് വരണം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വറ്റിക്കുക, അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അതുപോലെ ആക്കുക. ഞാൻ കുറച്ച് വറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ കറി റെഡി കേട്ടോ.